ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ കാനഡയിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ തുടക്കം തൊട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പണികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടായ റെസ്റ്റോറൻറ്റിന് എങ്ങനെയാണ് ഒരു റണ്ണിങ് റെസ്റ്റോറൻറ്റ് ആക്കുന്നത്, അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് വ്യൂ നിങ്ങൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പണി തുടങ്ങാനായിട്ട് മുന്നേ ഫുള്ള് ഞങ്ങൾ ഈ കട എടുത്തു. ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ കാണാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുഴപ്പമില്ല, നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ അത് കുറച്ച് പണികളുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു ബാർ കോൺസെപ്റ്റാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേയധികം വർക്ക് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുള്ളൂന്ന്, പക്ഷേ കുറേയധികം വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ചെയറും കാര്യങ്ങളെല്ലാവരും ഒതുക്കി വയ്ക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. കിച്ചൻ്റെ സൈഡ് നോക്കി അറിയാൻ പറ്റും. ഇതൊരു ഓപ്പൺ സ്പേസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് നല്ലൊരു ചലഞ്ചാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ കൈൻഡ് ഓഫ് സ്റ്റൈലാണ് റെസ്റ്റോറൻറ്റ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേയധികം പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളൊരു ഇന്ത്യൻ ബാർ അല്ലെങ്കിൽ ഒരു മലയാളി ബാർ എന്നുള്ള കോൺസെപ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളതെല്ലാം ഫുള്ളും റെഡിയാക്കി, ചെയർ ടേബിൾ എല്ലാം ഒതുക്കി, എന്നിട്ട് അത് ഫുള്ള് കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ പണികൾ തുടങ്ങി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എപ്പോഴും നമ്മൾ റോഡ് ഹൗസ് അല്ലെങ്കിൽ കൂടുതലും വുഡ് കാര്യങ്ങളാണ് നമ്മൾ യൂഷ്വലി വെക്കുന്നത്. അപ്പോൾ ഒരു ബാർ തീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ബാർ തീമാണ് ഇത് പിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേയധികം വർക്കുകൾ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ കണ്ടറിയാം. ഇത് ഫുള്ളും അപ്പോൾ ഈ മെഷീൻസൊക്കെ നമ്മൾ നമ്മുടെ പഴയ റെസ്റ്റോറൻറ്റ് പണിയാൻ ചെയ്ത സമയത്ത് മേടിച്ചതാണ് ഫുൾ മെഷീൻസ്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട്. ഇതിപ്പോൾ കണ്ടാൽ തോന്നും നാട്ടിലെ ഉള്ളി വെട്ടണ പോലെ തോന്നും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുടക്കക്കാരാണ്. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ള ടൂൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വുഡൊക്കെ വെച്ച് കഴിഞ്ഞ് ഇത്തിരി കൂടിയും വൃത്തിയാവുന്ന ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ചിന്തിച്ചായിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പണിതുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു ചലഞ്ചായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ക്ലാസിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് പോലെയാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ. അതൊരു ഫൈൻ ഡൈനിങ് കോൺസെപ്റ്റിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കുന്നുള്ളൂ ഞങ്ങൾ കുറേ ചിന്തിച്ചിരുന്നു, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അവസാനം ഞങ്ങൾക്ക് തോന്നിയ ഐഡിയ ആണ്, ഞങ്ങളുടെ പഴയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീം കൈൻഡ് ഓഫ് ബാർ അത് ബാറാണ്. അപ്പോൾ അതിന് ശരിക്കും ഇതേപോലെ ഒരു കാര്യം തന്നെയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാം വുഡ് തീമൊക്കെ വെച്ച് അതും ഞങ്ങൾ തന്നെ പണിതത് തുടക്കം തൊട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എൻ്റെ ഇല്ല, ഞാൻ തപ്പി നോക്കണം, മേ ബി ഉണ്ടാവും. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫുഡ്, ചായ ഇതൊക്കെ വന്നു. ഞങ്ങൾ പണിയാട്ടും കൂടുതൽ ഞങ്ങൾ ഫുഡായിട്ടാണ് കഴിക്കുക കൂടുതൽ. പണി തുടങ്ങാനായിട്ട് മുന്നേ ഫുഡ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഫുഡ് അടിച്ചു, ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഭാഗങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇപ്പോൾ അവിടെ കണ്ടറിയാം പെയിൻ്റ് അടിക്കുന്നത്. നമ്മൾ ബാക്കിൽ ഫുള്ളും ഒരു ബ്ലാക്ക് കളർ കൊടുക്കും വുഡിൻ്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഫില്ലായി നിൽക്കണം, ഒരു വര, അതായത് ഒരു പ്ലെയിനായി തോന്നരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് ചെയ്തത്. പിന്നെ ഈ വുഡിനെ കാണുമ്പോൾ നമുക്ക് എളുപ്പമാട്ടോ, അത് എല്ലാവരും നോക്കുമ്പോൾ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാട്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതിലായാലും ഇതിപ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വാഷ്റൂമിൻ്റെ സൈഡാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ റെസ്റ്റോറൻറ്റ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അതായത് പേപ്പർ സ്റ്റിച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അവിടെയും പിടിച്ചു. ഇതാണല്ല ഞങ്ങളുടെ പണി ഏകദേശം ഒതുക്കി കഴിഞ്ഞപ്പോൾ റെഡി ചെയ്തിട്ട് ഇത്രയും ഭാഗം ഞങ്ങൾ ഇന്ന് തീർത്തു. ഇനി അവിടെ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ.